ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും വരാന്ത റേസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അനന്തകൃഷ്ണൻ. നമ്മൾ കഴിഞ്ഞ ദിവസം മിക്സഡ് ആൻഡ് അലിഗേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത്. കുറച്ച് ലാഗായി എന്നറിയാം, കാരണം കഴിഞ്ഞ വീഡിയോ പോയതിന് ശേഷം ഒരു 1.5 വീക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ മിക്സഡ് ആൻഡ് അലിഗേഷൻ ബാക്കി നമ്മൾ പഠിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഫസ്റ്റത്തെ വീഡിയോ കാണുക. അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമുള്ള കണ്ടിന്യൂഷനാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ലാഗ് അടിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ ആവറേജിൻ്റെ, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ വെയ്റ്റഡ് ആവറേജിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതേ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ഇൻ എ ക്ലാസ് ദ റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഈസ് 3:2. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ്സിൽ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ എന്ന് പറയുന്നത്, അവരുടെ നമ്പേഴ്സിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, 3:2 ആണ്. ഓക്കെ, ആൻഡ് ദെയർ ആവറേജ് മാർക്സ് ഇൻ ദ എക്സാം ഈസ് 90. അവരുടെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 90 ആണ്. അങ്ങനെയാണെങ്കിൽ 90 ആൻഡ് 95 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ബോയ്സിൻ്റെ ആവറേജ് മാർക്ക് 90യും ഗേൾസിൻ്റെ ആവറേജ് മാർക്ക് 95 ആണ്. ഫൈൻഡ് ദ ആവറേജ് മാർക്ക് ഓഫ് ദി ഹോൾ ക്ലാസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിൻ്റെ മുഴുവനായിട്ടുള്ള ആവറേജ് മാർക്ക് കണ്ടുപിടിക്കാനായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിന് നമ്മൾ വെയ്റ്റഡ് ആവറേജിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോഴേക്കും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, വെയ്റ്റഡ് ആവറേജിൻ്റെ കൺസെപ്റ്റ് വെച്ച് ചെയ്യുമ്പോഴേക്കും എങ്ങനെയാണ് ചെയ്യുന്നത്, 3 × 90. ഓക്കെ, ഈ 3 × 90 എന്ന് പറഞ്ഞാൽ എന്താ നോക്കിയാടാ, ബോയ്സിൻ്റെ എണ്ണം 3 ആണ്. ഓക്കെ, ബോയ്സിൻ്റെ എണ്ണം 3 ആണ്. ഓക്കെ, അവരുടെ ആവറേജ് 90 ആണ്. ഓക്കെ, അപ്പൊ 3 × 90 നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടല് എന്ത് കിട്ടും, ടോട്ടൽ മാർക്സ് കിട്ടും അല്ലെ, ടോട്ടൽ മാർക്സ് ഓഫ് ബോയ്സ് കിട്ടും. പ്ലസ് ഓക്കെ, ഇനി ഗേൾസിന്റെ എണ്ണം എത്രയാ, ഗേൾസിന്റെ റേഷ്യോ എത്രയാ, 2 ആണ്. ഇൻറ്റു അവരുടെ ആവറേജ് എത്രയാ, 95 അല്ലെ. അപ്പൊ ഈ 2 × 95 എന്ന് പറഞ്ഞാൽ എന്തെന്നാ, ഇവരുടെ ടോട്ടൽ മാർക്സ് ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ എന്തെടുക്കണം, ഇവരുടെ സം ഓഫ് റേഷ്യോ എത്രയാ, 3 + 2 5. ഓക്കെ, എന്ത് കിട്ടും, ഈക്വൽ ടു എത്ര കിട്ടും, 270 പ്ലസ് 95 × 2 എത്രയാ, 190 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു എത്ര കിട്ടും, 270 പ്ലസ് 190 എത്രയാ, 460 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും, 90. ഓക്കെ, 92. 460 ഡിവൈഡഡ് ബൈ 5 എത്ര കിട്ടും, 92 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെയ്റ്റഡ് ആവറേജിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇതേ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, മിക്സഡ് ആൻഡ് അലിഗേഷനിൽ. അലിഗേഷൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അലിഗേഷൻ എന്തായിരുന്നു, അലിഗേഷൻ ഒരു ടൂൾ ആയിരുന്നു. നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുള്ളതാണ്. അലിഗേഷൻ ഒരു ടൂളാണ്. എന്തിനു വേണ്ടിയിട്ട്, പല ടോപ്പിക്കുകളിലും നമുക്ക് ഷോർട്ട് കട്ട് മുഖേന ആൻസർ കണ്ടുപിടിക്കാനുള്ള ഒരു ടൂളാണ്. ഓക്കെ, ആ ടൂൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കുന്നത് നമുക്ക് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻ എ ക്ലാസ് റേഷ്യോ ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ് ഇസ് 3:2 ആൻഡ് ദെയർ ആവറേജ് മാർക്സ് ഇൻ ദ എക്സാം ഇസ് 90 ആൻഡ് 95 റെസ്പെക്റ്റീവ്ലി. അപ്പൊ നോക്കിയാടാ, ബോയ്സിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 90 ആണ്, ഗേൾസിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 95 ആണ്. ഇവരുടെ കമ്പൈൻഡ് ആയിട്ടുള്ള ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവരുടെ കമ്പൈൻഡ് ആവറേജ് എടുക്കുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, താഴത്തെ കിട്ടുന്ന റേഷ്യോ എന്തായിരിക്കും, പറഞ്ഞിട്ടുള്ളതാണ്. താഴത്ത് കിട്ടുന്ന റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും ഇവരുടെ എന്താണ്, ടോട്ടൽ എണ്ണത്തിന്റെ, അതായത് ബോയ്സിന്റെയും ഗേൾസിന്റെയും എണ്ണത്തിന്റെ റേഷ്യോ ആയിരിക്കും. ഇപ്പൊ ഇവിടെ റേഷ്യോ എത്രയാണ് വരുന്നത്, 3:2 ആണ് റേഷ്യോ വരുന്നത്. ഇനി ഇവിടുത്തെ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതാണ് ഞാൻ പറഞ്ഞത്, എന്താ ഉപയോഗിക്കുന്നത്, വെയ്റ്റഡ് ആവറേജിന്റെ കൺസെപ്റ്റ് ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. എന്താ ചെയ്യേണ്ടത്, 3 × 90. 3 എന്തെന്നാ, ബോയ്സിന്റെ എണ്ണം. 3 എന്താണ്, ബോയ്സിന്റെ എണ്ണം. അവരുടെ ആവറേജ് 90. അപ്പൊ നമ്മൾ എന്തെടുക്കുക, 3 × 90. ഓക്കെ, 3 × 90 പ്ലസ് എന്ത് വരും, 2 × 95 പ്ലസ് എന്ത് വരും, 2 × 95 ഡിവൈഡഡ് ബൈ എന്ത് വരും, 3 + 2. സം എത്രയാ, 3 + 2 5. എന്ത് കിട്ടും, 270 പ്ലസ് 190 ഡിവൈഡഡ് ബൈ 5. 270 പ്ലസ് 190 ഡിവൈഡഡ് ബൈ 5 എത്രയാ, 460 ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു എത്ര കിട്ടും, 90. ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എവിടെ നിന്ന് വരുന്നതാ, വെയ്റ്റഡ് ആവറേജിന്റെ കൺസെപ്റ്റിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ
ആവറേജിൽ എന്ത് ഉപയോഗിക്കുന്നത്? അലിഗേഷൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഓക്കെ, എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിൽ പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ, എന്താ പറയുന്നത്? ദ മീൻ വെയിറ്റ് ഓഫ് 150 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ് ഈസ് 50 kg. 150 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ്സിൽ അവരുടെ ആവറേജ് എന്ന് പറയുന്നത്, ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത്, മീൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മീൻ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? ആവറേജ് തന്നെ അല്ലേ? മീൻ വെയിറ്റ് ഓഫ് എത്ര സ്റ്റുഡൻസ്? 150 സ്റ്റുഡൻസ്. ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത്, ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 50 kg ആണ്. ദ മീൻ വെയിറ്റ് ഓഫ് ബോയ്സ് ഇസ് 68 kilogram. ഒരു ക്ലാസ്സിൽ ആര് കാണും? ആരൊക്കെ കാണും? ബോയ്സും കാണും, ഗേൾസും കാണും അല്ലെ? അപ്പൊ ബോയ്സിന്റെ ആവറേജ് എന്ന് പറയുന്നത് 68 കിലോഗ്രാം ആണ്. ബോയ്സിന്റെ ആവറേജ് വെയിറ്റ് 68 കിലോഗ്രാം ആണ്. വൈൽ ദാറ്റ് ഓഫ് ഗേൾസ് ഇസ് 38 kg. ഗേൾസിന്റെ എത്രയാ? ഗേൾസിൻ്റെത് 38 കിലോഗ്രാം ആണ്. അങ്ങനെ ആണ് എങ്കിൽ ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗേൾസ് ഇൻ ദ ക്ലാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്പർ ഓഫ് ഗേൾസ് അല്ലെ? ഗേൾസിന്റെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ അലിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്, അലിഗേഷൻ എന്ന് പറയുന്ന ആ ഷോർട്ട് കട്ട് ഇവിടെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. നോക്കിയേ, എന്താ പറഞ്ഞിരിക്കുന്നത്? ടോട്ടൽ ആവറേജ് അല്ലെ, കമ്പൈൻഡ് ആവറേജ് എത്രയാ? 50 ആണ്. ബോയ്സിന്റെ ആവറേജ് എത്രയാ? 68. ബോയ്സിന്റെ ആവറേജ് എത്രയാ? 68. ഗേൾസിന്റെ ആവറേജ് എത്രയാ? 38. ഗേൾസിന്റെ ആവറേജ് 38. ഇവരുടെ രണ്ടുപേരുടെയും കൂടെ കമ്പൈൻഡ് ആവറേജ് എത്രയാ? 50. ഓക്കെ, ഇനി അലിഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എന്താ അലിഗേഷൻ എന്ന് പറഞ്ഞാൽ? അലിഗേഷൻ എങ്ങനെയാണ്? വലിയ വാല്യൂവിൽ നിന്ന് ചെറിയ വാല്യൂ മൈനസ് ചെയ്യുക. 68 മൈനസ് 50 എത്ര കിട്ടും? 18. 50 മൈനസ് 38 എത്രയാ? 12 അല്ലേ? റേഷ്യോ എടുത്താടാ. റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2:2 എന്തെന്ന് കിട്ടും? 3 എന്ന് കിട്ടും. ഇനി നോക്കിയേ, താഴത്ത് വരുന്ന റേഷ്യോ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? താഴത്ത് വരുന്ന റേഷ്യോ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എന്തായിരിക്കും? ഒബ്സർവേഷൻസ് ആയിരിക്കും. ഇവിടെ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട്? ഇവിടെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അപ്പൊ ടോട്ടൽ ഒബ്സർവേഷൻ എത്രയുണ്ട്? ടോട്ടൽ ഒബ്സർവേഷൻ എന്തായിരിക്കും? ഈ റേഷ്യോയുടെ സം ആയിരിക്കും. സം എത്ര കിട്ടും? 5 റേഷ്യോ അല്ലെ? അപ്പൊ 5 റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്? 150 എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? നമ്പർ ഓഫ് ഗേൾസ്. നോക്കിയേ, 38 ആണ് എന്ത്? ഗേൾസിന്റെ ആവറേജ് എങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ ആയിരിക്കും എന്തെന്ന് പറയുന്നത്? അവരുടെ എണ്ണം എന്ന് പറയുന്നത്. ഇവിടെ കറസ്പോണ്ടിങ് റേഷ്യോ എത്രയാ? 3 റേഷ്യോ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 റേഷ്യോ ആണ്. 5 റേഷ്യോ 150 ആണ്. 5 റേഷ്യോ 150 ആണ്. 5 ഇൻറ്റു എത്ര ചെയ്യുമ്പോഴാണ് 150 കിട്ടുന്നത്? 5 ഇൻറ്റു 30. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 3 ഇൻറ്റു 30 കണ്ടുപിടിക്കണം. 3 ഇൻറ്റു 30 എത്ര കിട്ടും? 90. അപ്പോ ടോട്ടല് പെൺകുട്ടികളുടെ എണ്ണം, ഗേൾസിന്റെ എണ്ണം എത്രയാണ്? 90 ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ റെക്കോർഡഡ് സെഷൻസ് ആണ് പോകുന്നത്. ക്ലിയർ ആകാനുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ കാണുക. നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ പറയാം. നമ്മൾ നെക്സ്റ്റ് വീഡിയോസ് പോകുമ്പോഴേക്കും അതിനനുസരിച്ച് നമ്മൾ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, 24 kilogram of rice costing rupees 48 per kg is mixed with 12 kilogram of rice costing rupees 42 per kg. What is the cost of the resultant mixture? ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുന്നത്? 48 രൂപ കിലോഗ്രാമിന് 48 രൂപ വിലയുള്ള 24 കിലോഗ്രാം അരിയും കിലോഗ്രാമിന് 42 രൂപ വിലയുള്ള 12 കിലോഗ്രാം അരിയും എന്ത് ചെയ്യാണ്? ഒരാൾ മിക്സ് ചെയ്യാണ്. അപ്പൊ മിക്സ് ചെയ്യുമ്പോഴേക്കും പുതിയതായിട്ട് കിട്ടുന്ന റിസൾട്ടന്റ് മിക്സ്ചർ, അതായത് ഈ ഫസ്റ്റ് ടൈപ്പ് അരിയും സെക്കൻഡ് ടൈപ്പ് അരിയും മിക്സ് ചെയ്തതിന് ശേഷം കിട്ടുന്ന പുതിയ ടൈപ്പ് ഓഫ് അരിക്ക് ഓക്കെ 1 കിലോയ്ക്ക് എത്ര രൂപയായിരിക്കും വില എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. നോക്കിയാടാ, 24 കിലോഗ്രാം ഓഫ് റൈസ് കോസ്റ്റിംഗ് rupees 48 per kg. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പോ വെയിറ്റഡ് ആവറേജിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോ മിക്സ്ചറും വെയിറ്റഡ് ആവറേജിന്റെയും കൂടെ കൺസെപ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ചെയ്യേണ്ടത് ആദ്യത്തെ ടൈപ്പ് ഓഫ് വെറൈറ്റിക്ക് എത്ര രൂപയാ വില? 48 രൂപയാണ് പെർ കെ ജി വില എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പിന് എത്രയാ വില? 42 ആണ് വില എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ മിക്സ്ചറിന് എത്ര രൂപയായിരിക്കും വില? അതായത് എന്താ ചോദിച്ചിരിക്കുന്നത്? ഈ നടുക്കത്തെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ
ആദ്യത്തെ ടൈപ്പ് ഓഫ് അരി എത്ര കിലോ ഉണ്ട്? 24 കിലോ ഉണ്ട്. ആദ്യത്തെ ടൈപ്പ് ഓഫ് അരി എത്രയുണ്ട്? 24 കിലോ ഉണ്ട്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അരി എന്തുണ്ട്? 12 കിലോ ഉണ്ട്. ഓക്കെ, നമ്മൾ അലിഗേറ്റ് ചെയ്യുമ്പോൾ താഴത്ത് കിട്ടുന്ന എന്തായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന എന്താണ് എണ്ണത്തിന്റെ, അതായത് ടോട്ടൽ ക്വാണ്ടിറ്റി എന്തുണ്ടോ അതിന്റെ എന്തായിരിക്കും? റേഷ്യോ ആയിരിക്കും. ഇവിടെ റേഷ്യോ എടുത്തേ 24:12. റേഷ്യോ എന്ത് വരും? 2:1. 2:1 എന്ന് പറഞ്ഞിട്ട് വരും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 × 48 അല്ലെ? 2 × 48 പ്ലസ് എന്ത് വരും? 1 × 42 അല്ലെ? 1 × 42 പ്ലസ് 1 × 42 ഹോൾ ഡിവൈഡഡ് ബൈ എന്താ? സം ഓഫ് റേഷ്യോ. സം ഓഫ് റേഷ്യോ എത്രയാ? 2 + 1 3. ഓക്കെ, 2 × 48 എത്രയാടാ? 96 പ്ലസ് 42 ഡിവൈഡഡ് ബൈ 3. 96 പ്ലസ് 42 എത്രയാ? 138 അല്ലെ? 138 ഡിവൈഡഡ് ബൈ എന്ത് വരും? 3 ഈക്വൽ ടു എന്ത് വരും? 46. ഓക്കെ, 46. അങ്ങനെയാണെങ്കിൽ ഈ പുതിയ മിക്സറിന്റെ വില എത്രയായിരിക്കും? പെർ കിലോഗ്രാം 46 രൂപയായിരിക്കും ഇതിന്റെ വില എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. നമ്മൾ നെക്സ്റ്റ് വീഡിയോ പോകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക? അതിനെല്ലാം നമ്മൾ സൊല്യൂഷൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാടാ. അടുത്ത ടൈപ്പാണ്. ഇത് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പം നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പം നമ്മൾ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഒരേ ടൈപ്പായിരുന്നു. ഇത് അടുത്ത ടൈപ്പാണ്. ഓക്കെ, ഇപ്പം ഏതൊക്കെ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? മിക്സർ ആൻഡ് അലിഗേഷൻ അല്ലെങ്കിൽ അലിഗേഷൻ എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആദ്യം തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ വീഡിയോ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും കയറി കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. ഓക്കെ, അപ്പം നെക്സ്റ്റ് ടൈപ്പ്. ഓക്കെ, ഇതിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? എ മാൻ ട്രാവൽഡ് എ ഡിസ്റ്റൻസ് ഓഫ് 50 കിലോമീറ്റർ ഇൻ 5 hours, partly on foot at the rate of 8 km/h and partly on bicycle at a rate of 13 km/h. Find the distance covered on foot. ഇപ്പോൾ ഒരാൾ എന്ത് ചെയ്തു? 50 കിലോമീറ്റർ 5 മണിക്കൂറിൽ ട്രാവൽ ചെയ്തു. 50 കിലോമീറ്റർ 5 മണിക്കൂറിൽ ട്രാവൽ ചെയ്തു. ഓക്കെ, ഇപ്പൊ 50 കിലോമീറ്റർ 5 മണിക്കൂറിൽ ട്രാവൽ ചെയ്യുമ്പോൾ അയാളുടെ സ്പീഡ് എന്തായിരിക്കും? 50 കിലോമീറ്റർ 5 മണിക്കൂറിൽ ട്രാവൽ ചെയ്യുന്നു. സ്പീഡിന്റെ ഇക്വേഷൻ എന്നാ? സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ എന്താണ്? ടൈം അല്ലേ? ഇപ്പൊ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 50/5 ഈക്വൽ ടു എത്രയാ? 10 km/h അല്ലേ? അപ്പൊ ഈ 10 km/h ആണ് എന്ത്? അയാളുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? അറ്റ് ദ റേറ്റ് ഓഫ് 8 km/h അല്ലെ? പാർട്ട്ലി ഓൺ ഫുട്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തിട്ടില്ല? 50 കിലോമീറ്ററും ഒരേ സഞ്ചാര രീതിയിലല്ല പോയിരിക്കുന്നത്. ഓക്കെ, കുറച്ച് ഡിസ്റ്റൻസ് അയാൾ എന്ത് ചെയ്തു? ഓൺ ഫുട്ടാണ് പോയിരിക്കുന്നത്, നടന്നാണ് പോയിരിക്കുന്നത്. കുറച്ച് ഡിസ്റ്റൻസ് അയാൾ എന്താ പോയിരിക്കുന്നത്? ബൈസൈക്കിളിലാണ് പോയിരിക്കുന്നത്. ഓൺ ഫുട്ട് ആൻഡ് ഓൺ ബൈസൈക്കിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ഓൺ ഫുട്ട് അതായത് കാൽനടയായിട്ട് അയാൾ പോയത് എത്ര സ്പീഡിലാ? 8 km/h സ്പീഡിലാണ്. ഇനി ബൈസൈക്കിളിൽ പോയത് എത്ര km/h സ്പീഡിലാ? 13 km/h സ്പീഡിലാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്തു? 50 കിലോമീറ്റർ 5 മണിക്കൂറിൽ ട്രാവൽ ചെയ്തു. കുറച്ച് ഡിസ്റ്റൻസ് കാൽനടയായിട്ട് 8 km/hലും കുറച്ച് ഡിസ്റ്റൻസ് സൈക്കിളിൽ 13 km/h സ്പീഡിലുമാണ് പോയത്. അപ്പൊ ഇങ്ങനെ എടുക്കുമ്പോൾ ഇയാൾ ആവറേജ് സ്പീഡാണ് എന്ത് എഴുതി വെച്ചിരിക്കുന്നത്? ഈ 10 km/h എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഈ 10 km/h എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഈ രണ്ട് സ്പീഡിന്റെയും കൂടെ ആവറേജ് ആണ് എന്ത് വരുന്നത്? 10 km/h വരുന്നത്. ഓക്കെ, ഇനി നോക്കിയാടാ, സ്പീഡിനെ അലിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്തായിരിക്കും? ടൈം ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതും സ്പീഡാണ് അല്ലേ? 8 km/h 13 km/h 10 km/h. അപ്പൊ ഈ വാല്യൂസിനെ അലിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് താഴത്ത് കിട്ടുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടൈം ആയിരിക്കും അല്ലേ? നോക്കിയേ, അലിഗേറ്റ് ചെയ്തേ. 10 - 8 2, 13 - 10 3. 3:2 എന്നുള്ള റേഷ്യോ കിട്ടും. നോക്കിയടാ, സൈക്കിളിലല്ല ഫുട്ടിൽ ഞാൻ സഞ്ചരിച്ചത്, അതായത് കാൽനടയായിട്ട് ഞാൻ സഞ്ചരിച്ചത് 3 ടൈമാണ്. ബൈസൈക്കിളിൽ സഞ്ചരിച്ചത് 2 ടൈമിലാണ്. അതായത് ടോട്ടൽ 5 അല്ലെ? അപ്പൊ ഈ ടോട്ടൽ 5 ആണ് എന്തെന്ന് പറയുന്നത്? 5 hours എന്ന് പറയുന്നത് അല്ലെ? അതായത് അയാൾ സഞ്ചരിച്ചത് എന്താ? 5 മണിക്കൂറല്ലേ സഞ്ചരിച്ചത്?
5 മണിക്കൂറാണ് ടോട്ടലി സഞ്ചരിച്ചിട്ടുള്ളത്. 5 hours ആണ് ടോട്ടൽ സഞ്ചരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 3:2 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും ആ 5 hours സ്പ്ലിറ്റ് ആയിട്ടുണ്ടാകുക. അല്ലെങ്കിൽ എന്ത് പറയാം, സമ്മ്, അതായത് ഈ 5 റേഷ്യോയുടെ സമ്മായിട്ടുള്ള 5 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇവിടുത്തെ സമയത്തിനോട് ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ 5 റേഷ്യോ ആണ് 5 hour എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഓൺ ഫുട്ട്, അതായത് കാൽനടയായിട്ട് അയാൾ സഞ്ചരിച്ച് തീർത്ത ദൂരം, അതാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ കാൽനടയായിട്ട് സഞ്ചരിച്ച് തീർത്ത ദൂരം നമുക്ക് കണ്ടുപിടിക്കണം. ദൂരം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താ, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താ, സ്പീഡ് ഇൻറ്റു എന്താണ്, ടൈമാണ് അല്ലേ, സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, നമുക്ക് എന്തറിയാം, കാൽനടയായിട്ട് സഞ്ചരിച്ച സ്പീഡ് എത്രയാണെന്നറിയാം, 8 km/h ആണെന്നറിയാം. ഓക്കെ, അപ്പൊ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, സ്പീഡ് എത്രയാ, 8 km/h. ഇനി ഇവിടെ നോക്കിയേ, ഈ 3 റേഷ്യോയാണ് എന്തെന്ന് പറയുന്നത്, ഇവിടെ സഞ്ചരിക്കാനെടുത്ത സമയം. 5 റേഷ്യോ 5 hour ആണെങ്കിൽ 3 റേഷ്യോ എത്ര കിട്ടും, 3 hour എന്ന് കിട്ടും. ഓക്കെ, അപ്പോ 8 km/h സ്പീഡിൽ 3 മണിക്കൂറാണ് പോയത്. അപ്പൊ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, 8 ഇൻറ്റു ടൈം എത്രയാ, 3 hours. 8 ഇൻറ്റു 3 എത്രയാ, 24 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ കാൽനടയായിട്ട് അയാൾ സഞ്ചരിച്ച എത്ര ദൂരമാണ്, 24 കിലോമീറ്റർ ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അതായത് ഞാനിപ്പോൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ കുറേ സമയം എടുക്കുന്നതായിട്ട് നമുക്ക് തോന്നിക്കാണും. അത് ഞാൻ നിങ്ങൾക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരാനെടുത്ത സമയമാണത്. ഓക്കെ, അല്ലാണ്ട് നമ്മൾ സ്പീഡിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് മനസ്സിലാവും, അത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. അലിഗേഷൻ എന്ന് പറയുന്ന ട്രിക്ക് ഈ ഒരു പർട്ടിക്കുലർ ടൈപ്പിൽ ഉപയോഗിക്കുമ്പോൾ അത്രയും പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. നോക്കിയേ, എ മാൻ ട്രാവൽഡ് എ ഡിസ്റ്റൻസ് ഓഫ് 40 km in 8 hours. അപ്പോൾ 40 കിലോമീറ്റർ അയാൾ സഞ്ചരിച്ചത് എന്താണ്, 8 മണിക്കൂർ കൊണ്ടാണ്. സ്പീഡ് എന്ത് കിട്ടും ഇവിടെ, സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ, ഈക്വൽ ടു എന്ത് കിട്ടും, 40 കിലോമീറ്റർ 8 മണിക്കൂറിൽ സഞ്ചരിക്കാൻ എടുത്ത സ്പീഡ് എത്രയാ, 5 km/h അല്ലേ. ഓക്കെ, 5 km/h ആണ്. പാർട്ട്ലി ഓൺ ഫുട്ട് അല്ലെ, പാർട്ട്ലി ഓൺ ഫുട്ട്. അപ്പോൾ കാൽനടയായിട്ട് അയാൾ പോകാൻ എടുത്ത സ്പീഡ് 2 km/h ആണ്. ഓക്കെ, ആൻഡ് പാർട്ട്ലി ഓൺ എ കാർ അറ്റ് എ റേറ്റ് ഓഫ് 8 km/h. ഓക്കെ, കാറിൽ പോയത് എത്ര സ്പീഡിലാ, 8 km/h സ്പീഡിലാണ്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഓൺ കാർ. അപ്പോ കാറിൽ സഞ്ചരിച്ച ദൂരമാണ് നമുക്ക് അറിയേണ്ടത്, കാറിൽ സഞ്ചരിച്ച ദൂരം. ഓക്കെ, ഇതിന്റെ രണ്ടിന്റെയും കൂടെ ആവറേജ് സ്പീഡ് എത്രയാണ് വരുന്നത്, 5 km/h ആണ് വരുന്നത്. 5 km/h ആണ് വരുന്നത്. അലിഗേറ്റ് ചെയ്തേടാ, എത്ര കിട്ടും, 3 5 + 3 8 3:3 അഥവാ എന്ത് കിട്ടും, 1:1. നോക്കിയേടാ, ടോട്ടലി 8 മണിക്കൂറല്ലേ എടുത്തത്, ടോട്ടല് 8 മണിക്കൂറാണ് എടുത്തത്. അപ്പൊ നോക്കിയേടാ, ഈ 2 റേഷ്യോ അല്ലേ, അതായത് ഈ സം ഓഫ് എന്ത്, ഈ റേഷ്യോസ്, അതായത് സ്പീഡിനെ അലിഗേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്തെന്നാണ്, ടൈമിന്റെ റേഷ്യോ അല്ലേ. അപ്പൊ ടോട്ടൽ ടൈം ആയിട്ടുള്ള റേഷ്യോ ആയിട്ടുള്ള 2 ആണെന്ന് പറയുന്നത് 8 hours എന്ന് പറയുന്നത്. 1 റേഷ്യോ എന്ത് കിട്ടും, അങ്ങനെയാണെങ്കിൽ 4 hours എന്ന് കിട്ടും. 1 റേഷ്യോ എന്ത് കിട്ടും, 4 hours എന്ന് കിട്ടും. നമുക്ക് എന്താ അറിയേണ്ടത്, 1 റേഷ്യോ 4 hours കിട്ടും. എന്താ നമ്മൾ ചോദിച്ചിരിക്കുന്നത്, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഓൺ കാർ. കാറിൽ സഞ്ചരിച്ച ദൂരം, കാറിൽ സഞ്ചരിച്ച സ്പീഡ് എത്രയാ, 8 km/h. കാറിൽ സഞ്ചരിച്ച ദൂരം കാറിൽ സഞ്ചരിച്ചപ്പോഴുണ്ടായിരുന്ന സ്പീഡ് 8 km/h. എത്ര മണിക്കൂർ സഞ്ചരിച്ചു, 4 മണിക്കൂർ എടുത്തു അല്ലെ, 4 മണിക്കൂർ എടുത്തു. അങ്ങനെയാണ് എങ്കിൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താടാ, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എത്ര ഇവിടെ, 8 km/h ഇൻറ്റു ടൈം എത്രയാ, 4 hours. 8 × 4 ഈക്വൽ ടു എത്ര, 32 കിലോമീറ്റർ ആണ് കാറിൽ സഞ്ചരിച്ച ദൂരം. വളരെ എളുപ്പമല്ലേ അല്ലേ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ, സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്, എ മാൻ ട്രാവൽഡ് എ ഡിസ്റ്റൻസ് ഓഫ് 96 km in 4 hours. അപ്പൊ സ്പീഡ് എന്ത് വരും, സ്പീഡ് ഇസ് ഈക്വൽ ടു 96/4 അല്ലെ, ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, 96/4 എത്ര കിട്ടും, 24 km/h എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, പാർട്ട്ലി ഓൺ ട്രെയിൻ അറ്റ് ദ റേറ്റ് ഓഫ് 30 km/h 30 km/h സ്പീഡിലാണ് പോകുന്നത്. പാർട്ട്ലി ഓൺ ട്രെയിൻ അറ്റ് റേറ്റ് ഓഫ് 30 km/h. അപ്പൊ ട്രെയിനിൽ സഞ്ചരിച്ച സ്പീഡ് എത്രയാണ്, ട്രെയിനിന്റെ സ്പീഡ് 30 km/h ആണ്. ആൻഡ് പാർട്ട്ലി ഓൺ കാർ അറ്റ് എ റേറ്റ് ഓഫ് 17 km/h. ഓക്കെ, അപ്പൊ കാറിന്റെ സ്പീഡ് 17 km/h ആണ്. ഇനി ആവറേജ് സ്പീഡ് എത്രയാ, 24 km/h അല്ലേ, 24 km/h
പെർ അവർ. ഓക്കെ, ഇനി നോക്കിയേ 24 km/h ആണ് ആവറേജ് സ്പീഡ് വരുന്നത്. അലിഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 7 30 - 24 എത്രയാ? 6. 7:6. ഇങ്ങനെ നോക്കിയടാ, 13 റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്, 13 റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ 4 hours എന്ന് പറയുന്നത് അല്ലേ. 13 റേഷ്യോ ആണ് എന്ത് പറയുന്നത്, 4 hours എന്ന് പറയുന്നത്. നമുക്ക് എന്താ അറിയേണ്ടത്? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഓൺ ട്രെയിൻ. ട്രെയിനിൽ സഞ്ചരിച്ച ദൂരമാണ് നമുക്ക് അറിയേണ്ടത്. ട്രെയിനിൽ സഞ്ചരിച്ച ദൂരം എന്ത് വരും? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എന്താ? സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, ഈക്വൽ ടു ട്രെയിനിന്റെ സ്പീഡ് എത്രയായിരുന്നു? 30 km/h. 30 km/h ഇൻറ്റു ടൈം നോക്കിയാടാ. ടൈം ഏത് റേഷ്യോ ആയാ? 7 റേഷ്യോ അല്ലേ? ടൈം എത്രയാണ്? 7 റേഷ്യോ. അപ്പൊ ടൈം 7 റേഷ്യോ ആണ്. അപ്പൊ എന്ത് കിട്ടും? 13 റേഷ്യോ 4 hours ആണെങ്കിൽ 7 റേഷ്യോ എന്ത് കിട്ടും? 4/13 ഇൻറ്റു എന്തെന്ന് കിട്ടും? 7 എന്ന് കിട്ടും അല്ലേ. 4/13 ഇൻറ്റു 7 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ 30 ഇൻറ്റു ടൈം എന്ത് കിട്ടും? ടൈം എത്രയാ? 4/13 ഇൻറ്റു 7. ഓക്കെ, ഈക്വൽ ടു എന്ത് കിട്ടും? 30 ഇൻറ്റു 28/30. ഓക്കെ, എത്ര കിട്ടും? 840/13. 840 ഡിവൈഡഡ് ബൈ 13. ഓക്കെ, 28 ഇൻറ്റു 30. ഇതിനെങ്ങനെ പെട്ടെന്ന് ചെയ്യാം? 20 ഇൻറ്റു 3, 20 ഇൻറ്റു 30 എത്രയാ? 600 പ്ലസ് 8 ഇൻറ്റു 30 240 അല്ലേ. ഇപ്പൊ 600 പ്ലസ് 240 840/13 ഈക്വൽ ടു എന്ത് വരും? 84ൽ എത്ര പോവും? അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. വാല്യൂ എന്താണ്? അപ്രോക്സിമേറ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്ത് വരും? 840 ഡിവൈഡഡ് ബൈ 13. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. 840/13. 84 എത്ര തവണ പോവും? 6 തവണയല്ലേ പോവുള്ളൂ അല്ലേ? 6 തവണ സോറി 6 തവണ എത്ര പോവും? 6 തവണ പോകുമ്പോൾ എത്രയാവും? 78 പോയിട്ട് ബാക്കി എത്രയുണ്ട്? 6 അല്ലേ. 60ൽ എത്ര തവണ പോവും? 60ൽ 13 എത്ര തവണ പോവും? 4 ടൈംസ് അല്ലേ. 52 പോയിട്ട് ബാക്കി എത്രയുണ്ട്? 80 എത്ര തവണ പോവും? വീണ്ടും 6. അപ്പൊ 64.6 ആണ് അപ്രോക്സിമേറ്റ് എന്ത് വരുന്നത്? വാല്യൂ വരുന്നത്. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഓൺ ട്രെയിൻ. ഓക്കെ, ഡിസ്റ്റൻസ് കവേർഡ് ഓൺ ട്രെയിൻ എന്താണ്? അപ്രോക്സിമേറ്റ് 64.6 എന്താണ്? കിലോമീറ്റർ. ഓക്കെ, നോക്കിയാടാ, അപ്പൊ ഇതുപോലുള്ള ഷോർട്ട് ട്രിക്സുകൾ. ഓക്കെ, ഇപ്പൊ നമ്മൾ അലിഗേഷൻ മാത്രമാണ് പഠിക്കുന്നത്. ഇതേപോലെ ആവറേജ്, അതേപോലെ തന്നെ സിംപ്ലിഫിക്കേഷൻ, നമ്പർ സിസ്റ്റം, ട്രിഗണോമെട്രി, അങ്ങനെയുള്ള എല്ലാ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും, അത് മാത്രമല്ല റീസണിങ്, GK, അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഇതിനെല്ലാത്തിനും നമുക്ക് എന്തുണ്ട്? ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള കോച്ചിങ്ങും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ബാങ്ക് അല്ലെങ്കിൽ SSC ആസ്പിരന്റ് ആണ് എങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഒരു നല്ലൊരു പൊസിഷനിൽ പോയിട്ടിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസിന് എന്താകണം? പാരൻസ് നിങ്ങളെ ഓർത്ത് അഭിമാനിക്കണം എന്ന് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, ഇതാണ് നിങ്ങളുടെ ഒരു പാഷൻ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഉടനെ തന്നെ വരാന്ത റേസിന്റെ ഓഫ്ലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള കരിക്കുലം നമുക്കുണ്ട്, പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സസ് നമുക്കുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കാനായിട്ട് എന്ത് ചെയ്യുക? ഓഫ്ലൈൻ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓൺലൈൻ ബാച്ചിൽ എന്ത് ചെയ്യുക? നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എല്ലാ നമ്പേഴ്സും ഉണ്ട്, എന്ത് ചെയ്യുക? കോൺടാക്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത് അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം എന്തിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു? ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാം എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ടൈപ്പ് ആണ്. ഓക്കെ, നോക്കാം എന്താ പറയുന്നത്. എ കാർ ആൻഡ് എ ബസ് ടുഗദർ കോസ്റ്റ് ₹1000. അപ്പോ ഒരു കാറിനും ബസ്സിനും കൂടെ എത്ര രൂപയായിട്ടുണ്ട്? 1000 അല്ല, 10,000. കാറിനും ബസ്സിനും കൂടെ 10,000 രൂപയാണ് വില വന്നിരിക്കുന്നത്. എ സെല്ലർ സോൾഡ് ദ കാർ ഫോർ എ പ്രോഫിറ്റ് ഓഫ് 10%. സെല്ലർ എന്ത് ചെയ്തു? സോൾഡ് ദ കാർ ഫോർ എ പ്രോഫിറ്റ് ഓഫ് 10%. 10% പ്രോഫിറ്റിന് എന്ത് വിറ്റു? കാർ വിറ്റു. ഓക്കെ, ആൻഡ് ദ ബസ് ഫോർ എ പ്രോഫിറ്റ് ഓഫ് 20%. ബസ് എന്തിനു വിറ്റു? 20% പ്രോഫിറ്റിന് വിറ്റു. എ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് 12% ഇസ് മെയ്ഡ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഇത് രണ്ടും ഇങ്ങനെ വിറ്റപ്പോ, അതായത് കാറ് 10% പ്രോഫിറ്റിനും ബസ് 20% പ്രോഫിറ്റിനും വിറ്റപ്പോ എന്ത് ചെയ്തു? ടോട്ടല് 10,000 രൂപയുടെ എന്ത് കിട്ടി? 12% പ്രോഫിറ്റ് കിട്ടി. ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ കാർ. ഓക്കെ, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായില്ലേ?
പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് നമ്മൾ അലിഗേറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്തായിരിക്കും? അലിഗേറ്റ് ചെയ്ത് കിട്ടുന്ന റേഷ്യോ എന്തായിരിക്കും? അതെ, കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ ആയിരിക്കും. കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ ആയിരിക്കും. ഇപ്പൊ നോക്കിയാടാ, ആദ്യം കാറ് വിൽക്കുന്നത് എത്ര ശതമാനം പ്രോഫിറ്റിനാണ്? 10% പ്രോഫിറ്റിനാണ്. ഇനി അടുത്ത എന്താ? ബസ് വിൽക്കുന്നത് എത്ര ശതമാനം പ്രോഫിറ്റിനാ? 20% പ്രോഫിറ്റിനാണ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12% പ്രോഫിറ്റ് കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 12% പ്രോഫിറ്റ് കിട്ടും. അപ്പൊ 12% പ്രോഫിറ്റ് കിട്ടി. ഇനി അലിഗേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 12 - 10 2, 20 - 12 8. റേഷ്യോ എന്ത് കിട്ടും? റേഷ്യോ എന്ത് കിട്ടും നമുക്ക്? 4:1 എന്ന് കിട്ടും. അപ്പൊ നോക്കിക്കേ, 4:1. ഈ കിട്ടിയ സാധനം എന്താ? ഈ 8 എന്ന് പറഞ്ഞാൽ എന്തെന്നാ? കാറിന്റെ കോസ്റ്റ് പ്രൈസ്. 2 എന്ന് പറഞ്ഞാൽ എന്താ? ബസ്സിന്റെ കോസ്റ്റ് പ്രൈസ്. അഥവാ 4:1. നമ്മൾ റേഷ്യോ ആക്കി കട്ട് ചെയ്തതല്ലേ 4:1. 4 റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് കാറിന്റെ കോസ്റ്റ് പ്രൈസ്. 1 റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് ബസ്സിന്റെ കോസ്റ്റ് പ്രൈസ്. അങ്ങനെയാണെന്ന് നോക്കിയാടാ, കാറിന്റെയും ബസ്സിന്റെയും കോസ്റ്റ് പ്രൈസുകളുടെ സമ്മല്ലേ എന്നു പറയുന്നത് 10,000 രൂപ എന്ന് പറയുന്നത് അല്ലെ? ഇവരുടെ റേഷ്യോയുടെ സം എത്രയാ? 5 റേഷ്യോ. അപ്പൊ ഈ 5 റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് 10,000 രൂപ എന്ന് പറയുന്നത് അല്ലെ? 5 ഇൻറ്റു എത്രയാണ് 10,000 എന്ന് പറയുന്നത്? 5 ഇൻറ്റു എത്രയാണ് 10,000 എന്ന് പറയുന്നത്? 2,000 അല്ലെ? 5 ഇൻറ്റു 2,000 ആണ് എന്തെന്ന് പറയുന്നത് 10,000 എന്ന് പറയുന്നത്. നമുക്ക് എന്താ അറിയുന്നത്? കോസ്റ്റ് പ്രൈസ് ഓഫ് ദ കാർ. കാറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, കാറിന്റെ കോസ്റ്റ് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഷ്യോ ഏതാ? 4 റേഷ്യോ. 5 ഇൻറ്റു 2,000 10,000 ആണ്. അപ്പൊ 4 ഇൻറ്റു എന്തെടുക്കണം? 2,000 എത്ര കിട്ടും? 8,000 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പൊ 8,000 രൂപയാണ് എന്തെന്ന് പറയുന്നത് കാറിന്റെ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, എന്ത് ചെയ്യാ? അടുത്ത ക്വസ്റ്റ്യൻ പോവാ. എ കൗ ആൻഡ് എ ബുൾ ടുഗദർ കോസ്റ്റ് 4,500 rupees. ഓക്കെ, കൗവിനും ബുള്ളിനും കൂടെ എത്ര രൂപ? 4,500 രൂപയാണ് എന്ത് വരുന്നത്? വില വരുന്നത് അല്ലെ? കോസ്റ്റ് വില വരുന്നത്. ഓക്കെ, എ സെല്ലർ സോൾഡ് ദ ബുൾ ഫോർ എ പ്രോഫിറ്റ് ഓഫ് 15%. സെല്ലർ എന്ത് ചെയ്തു? ബുള്ളിനെ എന്ത് ചെയ്തു? 15% പ്രോഫിറ്റിന് വിറ്റു. ഓക്കെ, ആൻഡ് ദ കൗ ഫോർ എ പ്രോഫിറ്റ് ഓഫ് 25%. കൗവിനെ എന്തിനു വിറ്റു? 25% പ്രോഫിറ്റിന് വിറ്റു. എ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് 18% ഇസ് മെയ്ഡ്. ഓക്കെ, 18%. ടോട്ടൽ പ്രോഫിറ്റ് എത്രയാ? 18%. ടോട്ടൽ പ്രോഫിറ്റ് 18%. ഓക്കെ, ഇസ് മെയ്ഡ്. ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ബുൾ. ബുള്ളിന്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അലിഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 18 - 15 3, 25 - 18 7. അങ്ങനെയാണെങ്കിൽ റേഷ്യോ എന്തെന്നാ? 7:3. ബുള്ളിന് കറസ്പോണ്ടിങ് റേഷ്യോ 7ഉം കൗവിന്റെ കറസ്പോണ്ടിങ് കോസ്റ്റ് പ്രൈസ് 3 അല്ലെ? അപ്പൊ നമുക്ക് നോക്കിയേ, ടോട്ടൽ എന്ത് വരും? ടോട്ടല് കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ സം എന്ത് വരും? 10. അപ്പൊ ഈ 10 റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് 4,500 രൂപ എന്ന് പറയുന്നത് അല്ലെ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദ ബുൾ. ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? 7 റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. 7 റേഷ്യോ കണ്ടുപിടിക്കണം. 10 റേഷ്യോ ആണ് 4,500. 10 ഇൻറ്റു എത്രയാ 4,500 എന്ന് പറയുന്നത്? 10 ഇൻറ്റു എത്രയാ 4,500? ഇൻറ്റു 450. അപ്പൊ 7 ഇൻറ്റു എന്ത് ചെയ്യണം? ഇൻറ്റു 450. എന്ത് കിട്ടും? 0 5 24 അല്ലേ? 2450 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. 2,450 രൂപയാണ് എന്തെന്ന് പറയുന്നത് ബുള്ളിന്റെ കോസ്റ്റ് പ്രൈസ്. വളരെ എളുപ്പമല്ലേ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ പോവാം. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ ഷീപ്പ് ആൻഡ് എ ഗോട്ട് ടുഗദർ കോസ്റ്റ് ₹8,800. കോസ്റ്റ് ₹8,800. 8,800 രൂപയാണ് എന്തെന്ന് പറയുന്നത് ഒരു ഷീപ്പിനും ഗോട്ടിൻ്റെയും കൂടെ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, എ സെല്ലർ സോൾഡ് ദ ഷീപ്പ് ഫോർ എ പ്രോഫിറ്റ് ഓഫ് 30%. ഷീപ്പിന് എത്ര ശതമാനം പ്രോഫിറ്റിനാണ് വിറ്റത്? 30% പ്രോഫിറ്റിലാണ് വിട്ടത്. ഗോട്ട് ഫോർ എ പ്രോഫിറ്റ് ഓഫ് 8%. ഗോട്ടിന് എത്ര ശതമാനം വിറ്റു? 8% പ്രോഫിറ്റാണ് വിട്ടത്. എ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് 18% ഇസ് മെയ്ഡ്. ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണ്? 18%. ടോട്ടൽ പ്രോഫിറ്റ് 18%. ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ഷീപ്പ് ആൻഡ് ബുൾ. അപ്പോൾ ബുള്ളിന്റെ കോസ്റ്റ് പ്രൈസും കണ്ടുപിടിക്കണം, ഷീപ്പിന്റെ കോസ്റ്റ് പ്രൈസും കണ്ടുപിടിക്കണം. നോക്കാം.
ആദ്യം എന്താ പറഞ്ഞിരിക്കുന്നത്, ഷീപ്പ് 30% പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്. ഷീപ്പിനെ 30% പ്രോഫിറ്റിനാണ് വിൽക്കുന്നത് ഷീപ്പിനെ. ഇനി അടുത്ത എന്തായിരുന്നു, ഗോട്ടിനെ 8% പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്. ഗോട്ടിനെ 8% പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്. എ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് 18% ഇസ് മെയ്ഡ്. ടോട്ടൽ പ്രോഫിറ്റ് എത്രയാ, 18%. ഓക്കെ, അലിഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടൂടാ, 30 - 18 12, 18 - 8 10. റേഷ്യോ ആക്കുമ്പോൾ എന്ത് കിട്ടും, 5:6 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 5:6. ഇവിടെ എന്താ നമുക്ക് അറിയേണ്ടത്, നമുക്കറിയാം ടോട്ടൽ റേഷ്യോ 11 ആണ്. എന്തെന്നറിയാം, അപ്പോൾ 8,800 രൂപ എന്നറിയാം. 11 ഇൻറ്റു എത്രയാ, 8,800 അല്ലേ. 11 ഇൻറ്റു 800 ആണ് 8,800. നമുക്ക് എന്താ വേണ്ടത്, നമുക്ക് വേണ്ടത് ഷീപ്പിൻ്റെയും അതേപോലെ തന്നെ ഗോട്ടിൻ്റെയും കോസ്റ്റ് പ്രൈസ് ആണ്. 5 ഇൻറ്റു എന്ത് വരും, 800 എത്ര വരും, 4,000. ഓക്കെ, 6 ഇൻറ്റു 800 4,800. ഓക്കെ, ഇവർ രണ്ടുപേരുടെ സം എടുത്തേ, 4,000 + 4,800 എത്രയാ, 8,800 അല്ലേ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ പോവാം. നോക്കിയടാ, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ തന്നെ വളരെയധികം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ മെർച്ചന്റ് ഹാസ് 450 കിലോഗ്രാം ഓഫ് റൈസ്. എന്തുണ്ട്, മെർച്ചന്റിന് എന്തുണ്ട്, 450 കിലോഗ്രാം ഓഫ് റൈസ് ഉണ്ട്. മെർച്ചന്റിന്റെ കയ്യിൽ ഉണ്ടെന്നുണ്ട് 450 കിലോഗ്രാം റൈസ് ഉണ്ട്. ഹി സെൽസ് എ പാർട്ട് ഓഫ് ഇറ്റ് ഫോർ 11% പ്രോഫിറ്റ്. ഒരു പാർട്ട് എന്ത് ചെയ്യുന്നു, അതിൽ 11% പ്രോഫിറ്റിന് വിൽക്കുകയാണ്. ഓക്കെ, ആൻഡ് അതർ ഫോർ എ പ്രോഫിറ്റ് ഓഫ് 26%. രണ്ടാമത്തെ പാർട്ട് എന്ത് ചെയ്യുന്നു, 26% പ്രോഫിറ്റിന് വിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു പാർട്ട് 11% പ്രോഫിറ്റിനും രണ്ടാമത്തെ പാർട്ട് 26% പ്രോഫിറ്റിനുമാണ് വിൽക്കുന്നത്. ഇഫ് ഹി ഗെയിൻസ് 14% ഓൺ ദ ഹോൾ, ഓക്കെ, മൊത്തമായിട്ട് 14% പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് റൈസ് സോൾഡ് അറ്റ് 11% പ്രോഫിറ്റ്. 11% പ്രോഫിറ്റിന് വിറ്റ അരിയുടെ അളവാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ എന്താ പറഞ്ഞിരിക്കുന്നത്, ഹി സെൽസ് എ പാർട്ട് ഓഫ് ഇറ്റ് ഫോർ 11% പ്രോഫിറ്റ്. ഒരു പാർട്ട് 11% പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്. രണ്ടാമത്തെ പാർട്ട് എത്ര ശതമാനം, 26% പ്രോഫിറ്റിനാണ് വിൽക്കുന്നത്. ഇഫ് ഹി ഗെയിൻസ് 14% ഓൺ ദ ഹോൾ, മൊത്തമായിട്ട് എത്ര കിട്ടും, 14% പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ഓക്കെ, ഫൈൻഡ് ദി ക്വാണ്ടിറ്റി ഹി സോൾഡ് അറ്റ് 11% പ്രോഫിറ്റ്. 11% പ്രോഫിറ്റിന് വിറ്റതിന്റെ അളവ് എത്ര കിലോയാണ് വിറ്റതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അലിഗേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 3. ഇവിടെ ആണെങ്കിലോ 12. റേഷ്യോ എടുക്കുമ്പോൾ എന്ത് കിട്ടും, 4:1 എന്ന് പറഞ്ഞിട്ട് കിട്ടും. 4:1. 4:1 എന്താണ് 5. സം എത്രയാ, 5 ആണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന 450 kg എന്ന് പറയുന്നത്. എടാ, നമ്മൾ തൊട്ട് മുമ്പ് വരെ കൺസെപ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. തൊട്ട് മുമ്പ് വരെ പറഞ്ഞത് ഈ കിട്ടുന്ന റേഷ്യോ കോസ്റ്റ് പ്രൈസിന്റെ റേഷ്യോ ആയിരിക്കും എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, 5 എണ്ണത്തിന്റെ ഓക്കെ 5 എണ്ണം, അതായത് ഈ 5 റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആക്കി എടുത്തു, ഇവിടുത്തെ ക്വാണ്ടിറ്റിയോട് ഈക്വൽ ആക്കി എടുത്തു. നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജിന് നമ്മൾ അലിഗേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റേഷ്യോ എപ്പോഴും CPയുടെ റേഷ്യോ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ ഈ പറഞ്ഞ റേഷ്യോസിനെ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്തു, തന്നിരിക്കുന്ന ടോട്ടൽ ക്വാണ്ടിറ്റിയുമായിട്ട് ഇക്വേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെ ഇക്വേറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ ഇക്വേറ്റ് ചെയ്യാം. അത് ഇക്വേറ്റ് ചെയ്യുന്നത് നോക്കിയേ എന്താ പറയുന്നത്, 450 കിലോഗ്രാം ഓഫ് റൈസ്. ഇവിടെ ഒരു വെറൈറ്റി ഓഫ് റൈസേ ഉള്ളൂ അല്ലേ. ആ വെറൈറ്റിയുടെ 1 കിലോയുടെ പ്രൈസ് എന്ന് പറയുന്നത് എന്താ, സെയിം അല്ലേ. അതായത് CP ഇവിടെ എന്താണ്, സെയിം ആണ് അല്ലേ. CP എന്താണ്, സെയിം ആണ്. ഒരു വെറൈറ്റി മാത്രമേ ഉള്ളൂ, CP എന്താണ്, സെയിം ആണ്. അതായത് 1 കിലോയുടെ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടിടത്തും സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ തന്നിരിക്കുന്ന ടോട്ടൽ ക്വാണ്ടിറ്റിയെ എന്തുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം, ടോട്ടൽ റേഷ്യോയെ ക്വാണ്ടിറ്റിയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇക്വേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 5 റേഷ്യോ ആണ് 450 kg എങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ, ഫൈൻഡ് ദ ക്വാണ്ടിറ്റി ഓഫ് റൈസ് സോൾഡ് അറ്റ് 11% പ്രോഫിറ്റ്. 11% പ്രോഫിറ്റിന് വിറ്റ ക്വാണ്ടിറ്റി എത്ര റേഷ്യോയാ, 4 റേഷ്യോ അല്ലേ. 5 ഇൻറ്റു എത്രയാ, 450, 5 ഇൻറ്റു 90. അപ്പോൾ 4 റേഷ്യോ എന്ത് കിട്ടും, 4 ഇൻറ്റു 90 ഈക്വൽ ടു എത്ര കിട്ടും, 360 kg എന്ന് പറഞ്ഞിട്ട് കിട്ടും. 4 റേഷ്യോ എത്ര കിട്ടും, 360 kg. ഓക്കെ, ക്ലിയർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ പോവാ. എ മെർച്ചന്റ് ഹാസ് 1800 കിലോഗ്രാം ഓഫ് ഷുഗർ. ഇത് നേരത്തെ അതേ സെയിം ടൈപ്പാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് പ്രൈസിന് പകരം എന്ത് ചെയ്തിരിക്കുന്നു, ഒരേ സാധനത്തിന്റെ. ഇപ്പൊ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, റൈസ് ആണ് തന്നിരുന്നത് അല്ലെ, റൈസ് ആണ് തന്നിരുന്നത്. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ എന്താ, ഈ ക്വസ്റ്റ്യനിൽ റൈസ് എന്നാണ് തന്നിരുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ വന്നപ്പോൾ എന്തായി? ഷുഗർ ആയിട്ട് മാറി. അത്രയേ ഉള്ളൂ വ്യത്യാസം. അതായത് നേരത്തെ ക്വസ്റ്റ്യനിൽ റൈസ് തന്നിരുന്നു, ഇവിടെ എന്തുണ്ട്? ഷുഗർ തന്നിട്ടുണ്ട്. അത് മാത്രമേ എന്ത് വന്നിട്ടുള്ളൂ? ഡിഫറൻസ് വന്നിട്ടുള്ളൂ. ഓക്കെ, നോക്കിയാടാ, 1800 കിലോഗ്രാം ഓഫ് ഷുഗർ, 1800 കിലോഗ്രാം ഓഫ് ഷുഗർ ഉണ്ട്. ഹി സെൽസ് എ പാർട്ട് ഓഫ് ഇറ്റ് ഫോർ 13% പ്രോഫിറ്റ്. ഒരു പാർട്ട് എന്ത് ചെയ്തു? 13% പ്രോഫിറ്റിന് വിറ്റു. 13% പ്രോഫിറ്റിന് വിറ്റു. ഓക്കെ, ആൻഡ് അതർ ഫോർ എ പ്രോഫിറ്റ് ഓഫ് 49%. അടുത്ത പാർട്ട് എന്ത് ചെയ്തു? 49% പ്രോഫിറ്റിന് വിറ്റു. അല്ലെ, 49% പ്രോഫിറ്റിന് വിറ്റു. ഓക്കെ, ഇഫ് ഹി ഗെയിൻസ് 14% ഓൺ ദ ഹോൾ, ഇപ്പൊ മുഴുവനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 14% പ്രോഫിറ്റിന് വിറ്റിട്ടുണ്ട്. ഓക്കെ, എടാ ഇവിടെ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ഉണ്ട്. എന്താ? ഇവിടെ 13% ആണ്. 13%. ഓക്കെ, എന്ത് ചെയ്തിട്ടുണ്ട്? 14% ഓൺ ദ ഹോൾ. ഓക്കെ, 14% ഓൺ ദ ഹോൾ. അപ്പൊ എന്ത് ചെയ്തു? മൊത്തമായിട്ട് എത്ര കിട്ടി? 14% പ്രോഫിറ്റ് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ 13% പ്രോഫിറ്റിന് വിറ്റ ഷുഗറിന്റെ അളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അലിഗേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 1 49 മൈനസ് 14 എത്രയാ? 35 അല്ലെ? 35. ഓക്കെ, സം എടുത്തേടാ, സം എടുത്ത എത്ര കിട്ടും? 36 അല്ലെ? 36 റേഷ്യോ ആണ് എത്ര എന്ന് പറയുന്നത്? 1800 എന്ന് പറയുന്നത്. 36 ഇൻറ്റു എത്രയാണ്? 1800 ഇൻറ്റു 50. നമുക്കറിയേണ്ടത് എന്താ? 13% പ്രോഫിറ്റിന് വിറ്റ അരിയുടെ അളവ്. ഇവിടെ എത്ര തന്നിരിക്കുന്നത്? 35 അല്ലേ? 35 റേഷ്യോ അല്ലേ ചോദിച്ചിരിക്കുന്നത്? 35 ഇൻറ്റു എന്തെടുക്കണം? 35 ഇൻറ്റു 50 ഈക്വൽ ടു എന്ത് വരും? 1750. ഓക്കെ, 1750 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പൊ എന്താ ഇന്നത്തെ നമ്മുടെ മിക്സ്ഡ് ആൻഡ് അലിഗേഷന്റെ എന്താണ് ടോപ്പിക് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അതിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതലായിട്ട് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുവരെ എന്ത് ചെയ്യുക? നിങ്ങൾ എനിക്ക് നേരത്തെ തന്ന ആ വീഡിയോയുടെ സപ്പോർട്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ വീഡിയോയിലും പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യില്ല, നിങ്ങളുടെ സമയം ഞാൻ പാഴാക്കത്തില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. സോ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.